നമസ്കാരം, ഇതാണ് അഗാരോ റീഗൽ മിനി ഗാർമെന്റ് സ്റ്റീമർ. ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആകും ഇതേപോലെയുള്ള ഗാർമെന്റ് സ്റ്റീമറുകൾ. നമുക്ക് ആദ്യം ഈ ബോക്സ് ഓപ്പൺ ആക്കി ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം ഒരു വാറണ്ടി കാർഡ് ലഭിക്കും, പിന്നെ ഒരു അയണിംഗ് സീറ്റ്, ചെറിയൊരു മെഷറിംഗ് കപ്പ് ഉണ്ട്. അടുത്തത് നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള ഗാർമെന്റ് സ്റ്റീമർ ആണ്. വളരെ ചെറിയ സൈസിലുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. നമുക്ക് ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതിൽ നല്ല ലെങ്തി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേബിൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ഹാൻഡിലാണ് ഈ കാണുന്നത്. ഹാൻഡിൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഹാങ്ങിങ് അയൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ തിരിച്ചുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് അയണിങ്ങിനെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാധാരണ രീതിയിൽ അയണിങ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ഇതേപോലെ തിരിച്ചുകൊണ്ട് അയണിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഹാൻഡിൽ തന്നെയാണ് സ്റ്റീം സ്വിച്ച് നൽകിയിരിക്കുന്നത്. അതിന്റെ അടുത്ത് ഹീറ്റിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന പോർഷൻ ഇതിന്റെ വാട്ടർ ടാങ്ക് ആണ്. ഇതിലേക്ക് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യണം സ്റ്റീമിന് വേണ്ടി. അപ്പൊ അത് നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നത്. അതിനുള്ള ചെറിയൊരു ഓപ്പണിംഗ് ആണ് ഈ നൽകിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ പ്രസ് ഏരിയ. യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല ഹീറ്റ് ആയിരിക്കും. ഒരു കാരണവശാലും ഇത് കറണ്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്യുകയൊന്നും ചെയ്യൽ നല്ല പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ഗാർമെന്റ് സ്റ്റീമറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലേറ്റ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ ഇത് സെറാമിക് കോട്ടഡ് ആണ്. ഈ ഗാർമെന്റ് സ്റ്റീമറിൽ നമുക്ക് ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റീം ഔട്ട്പുട്ട് അപ് ടു 18 ഗ്രാം പെർ മിനിറ്റ് ആയിരിക്കും ലഭിക്കുക. ഇതിലെ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി 100 ml ആണ്. 1200 വാട്ട്സിന്റെ പവർ ഔട്ട്പുട്ട് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റപ്പ് ആകാനായിട്ട് 40 സെക്കൻഡ് മതി. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് ഹീറ്റപ്പ് ആകും. നമ്മൾ കണക്ട് ചെയ്ത് ഒരു വിത്തിൻ 40 സെക്കൻഡിനുള്ളിൽ ആവശ്യമുള്ള ഹീറ്റ് ഇതിലേക്ക് വരും. അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ അയൺ ചെയ്യാൻ ബോക്സിൽ ഉപയോഗിച്ചുകൊണ്ട് അയൺ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ അഡ്രസ് നമുക്ക് ഹാങ് ചെയ്ത് സ്റ്റീം അയൺ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച സമയം കളയാതെ നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിന്റെ ഒരു പെർഫോമൻസ് ഏത് രീതിയിലാണ് കിട്ടുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഞാനൊരു ഷർട്ടിൽ സ്റ്റീം അയൺ ചെയ്യുകയാണ്. അപ്പം അതിന്റെ രണ്ട് സൈഡും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ ഇതിന്റെ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്. അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷർട്ടിന്റെ രണ്ട് സൈഡിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഒരു സ്യൂട്ട് ഞാൻ അയൺ ചെയ്തു. കുറച്ച് അധികം ചുളുക്കമൊക്കെ ഉള്ള ഒരു സ്യൂട്ടായിരുന്നു. പക്ഷെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതെല്ലാം ചുളുക്കമൊക്കെ നൂർന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സ്റ്റീം അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ അയൺ ബോക്സ് കൊണ്ട് നമ്മൾ ഇത് തേച്ചെടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കളർ പോവുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ സ്റ്റീം അയൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ തേച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നോർമൽ അയൺ ബോക്സ് ഉപയോഗിക്കുന്ന രീതിയിൽ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ചുളുക്കമൊക്കെ നൂരുന്നുണ്ട്. ഞാൻ പല ഡ്രസ്സിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഷർട്ടില്, ടീഷർട്ടില്, അങ്ങനെ കുറെ ഡ്രസ്സ് ഉപയോഗിച്ച് നോക്കി. എല്ലായിടത്തും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറുതായതുകൊണ്ട് യൂസ് ചെയ്യാനും നല്ല ഈസിയാണ്. ഇത് യൂസ് ചെയ്തതിന്റെ ഒരു ചെറിയ റിവ്യൂ കൂടെ പറഞ്ഞേക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് ഉണ്ടല്ലോ, അതിനെ ഏതായാലും ഇത് റീപ്ലേസ് ചെയ്തില്ല. പക്ഷെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗാർമെന്റ് സ്റ്റീമറുകൾ വളരെ യൂസ്ഫുൾ ആവും. നമുക്കിത് സാധാരണ രീതിയിൽ അയൺ ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റീം അയണും ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ഗാർമെന്റ് സ്റ്റീമർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിന്റെ ബൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം. 1900 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഒരു പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വില കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു വർഷത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.